ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റീൽ റൂൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. സ്റ്റീൽ റൂൾ ഏത് മെറ്റീരിയലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. ഏത് മെറ്റീരിയലുകൊണ്ടാണ്? സ്പ്രിംഗ് സ്റ്റീലുകൊണ്ടാണ് സ്റ്റീൽ റൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് കാലിപ്പർ ആർ ആൾസോ നോൺ ആസ് ഹെർമിപ്രോഡക്റ്റ് കാലിപ്പർ. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹെർമിപ്രോഡക്റ്റ് കാലിപ്പർ ഉണ്ടല്ലോ, ഇതിൻ്റെ വേറൊരു പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇതിൻ്റെ പേരെന്താണ്? ജെന്നി കാലിപ്പർ എന്നാണ് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആംഗിൾ ഓഫ് പിക് പഞ്ച് സെൻറ്റർ പഞ്ചിൻ്റെ 90 ഡിഗ്രിയും ഡോട്ട് പഞ്ചിൻ്റെ 60 ഡിഗ്രിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സോ യൂസ്ഡ് ഫോർ മാനുവൽ സോയിങ് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് മാനുവൽ സോയിങ് ചെയ്യാനുള്ള സോയിൻ്റെ പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. അതിൻ്റെ പേര് തന്നെ ഹാക്സോ ആണ് മാനുവൽ സോയിങ് എന്ന് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മെത്തേഡ് ഓഫ് സെറ്റിംഗ് സോ ടീത്ത് ഓൺ വിച്ച് വൺ ടീത്ത് റിമെയിൻ സ്ട്രെയിറ്റ്, ദി നെക്സ്റ്റ് ബെൻഡ് ടു ദി റൈറ്റ്, ദി നെക്സ്റ്റ് ബെൻഡ് ടു ദി ലെഫ്റ്റ് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാ കട്ടിങ് ടീത്ത് ഉണ്ടല്ലോ, അതായത് ആക്സോ ബ്ലേഡിൻ്റെ ടീത്ത് ഉണ്ടല്ലോ, ടീത്തിൽ ഒരു ടീത്ത് സ്ട്രെയിറ്റ് ലൈനും മറ്റേ ടീത്ത് ലെഫ്റ്റ് സൈഡും അതിൻ്റെ അടുത്ത ടീത്ത് റൈറ്റ് സൈഡ് ഇങ്ങനെ ബെൻഡായിട്ട് പോവുകയാണ്. അങ്ങനെയുള്ള സെറ്റിന് എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ എന്ത് സെറ്റിന് പറയും? റാക്കർ സെറ്റ് എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫങ്ഷൻ ഓഫ് ദി ഗുള്ളറ്റ് പ്രൊവൈഡഡ് ഓൺ സോ ബ്ലേഡ് ഈസ് ഡാഷ്. അതായത് നമ്മുടെ കട്ടിന് സോ ബ്ലേഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഗുള്ളറ്റ് പറഞ്ഞ സാധനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യകത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ടു റിമൂവ് ദി ചിപ്പ് ഫ്രം കട്ട്. കട്ട് ചെയ്ത ചിപ്പ് എന്തെങ്കിലും റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സൈസ് ഓഫ് ബെഞ്ച് വേസ് ഈസ് സ്പെസിഫൈഡ് ബൈ ഡാഷ്. അതായത് ബെഞ്ച് വേസിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബിഡ്ത്ത് ഓഫ് ദി ജോ ആണ്. ബിഡ്ത്ത് ഓഫ് ദി ജോ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി നാരോ ആൻഡ് തിൻ പാർട്ട് ഓഫ് ഫയൽ വിച്ച് ഫിറ്റ് ഇൻ ടു ദി ഹാൻഡിൽ ഈസ് ഡാഷ്. അതായത് ഫയലിൽ ഈ ഹാൻഡിൽ പിടിപ്പിക്കുന്ന ചെറിയൊരു പാർട്ടുണ്ട്, അതിൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പേരെന്താണ്? ടങ്കാണ് അതിന് പറയുന്ന പേര്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സിംഗിൾ കട്ട് ഫയൽ ടീത്ത് ആർ കട്ട് ഇൻ ആൻ ആംഗിൾ ഓഫ് ഡാഷ് ഡിഗ്രി ടു ദി സെൻട്രൽ ലൈൻ. അതായത് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, നമ്മുടെ സിംഗിൾ കട്ട് ഫയൽ ഉണ്ടല്ലോ, ഈ സിംഗിൾ കട്ട് ഫയലിൻ്റെ കട്ടിങ് ടീത്തിൻ്റെ ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം 60 ഡിഗ്രി. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫയൽ ആർ അവൈലബിൾ ഓൺലി ഇൻ ഹാഫ് റൗണ്ട് ഷേപ്പ്. അതായത് ഒരു ഫയലുണ്ട്, അത് ഹാഫ് റൗണ്ട് ഷേപ്പിൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. അത് ഏത് ഫയലാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഏത് ഫയലാണ്? റാസ്പ് കട്ട് ഫയലാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി കട്ടിംഗ് എഡ്ജ് ഓഫ് എ ഡ്രിൽ ബിറ്റ് വിത്ത് പെനിട്രേറ്റ് ഇൻ ടു മെറ്റൽ വൈ ഡ്രില്ലിങ്. അതായത് നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയം ഡ്രില്ലിങ് പിസൽസ് കാര്യങ്ങളുണ്ടല്ലോ, അത് ഡ്രിൽ ബിറ്റിൻ്റെ ഒരു സൈഡ് കൂടെ എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. അത് ഏത് പോർഷനിൽ കൂടെയാണ് പുറത്തേക്ക് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. പോർഷൻ ലിപ്പിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രിഫ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. നമ്മൾ ഡ്രിഫ്റ്റ് പറഞ്ഞ സാധനമുണ്ട്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടു റിമൂവ് ദ ഡ്രിൽ ഫ്രം സ്ലീവ്. ബി ആണ് കറക്റ്റ്. അത് സ്ലീവിൽ നിന്നും നമ്മൾ ഡ്രില്ലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഡ്രിൽ ആർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഹോൾ ഓൺ സോഫ്റ്റ് മെറ്റൽ ലൈക്ക് വുഡ് ആൻഡ് പ്ലാസ്റ്റിക്. അതായത് പ്ലാസ്റ്റിക്കോ വുഡോ പോലെ സോഫ്റ്റ് മെറ്റീരിയലിൽ ഡ്രിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രിൽ ബിറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. ഡ്രിൽ ബിറ്റാണ് ഫ്ലാറ്റ് ഡ്രില്ലാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ടാപ്പ് ഈസ് യൂസ്ഡ് ടു സൈസ് ദി ത്രെഡ്. അതായത് നമ്മൾ ഇൻറ്റേർണൽ ത്രെഡ് എടുക്കുമല്ലോ, ആ സമയത്ത് അതിൻ്റെ സൈസ് കറക്റ്റാക്കാൻ ഉപയോഗിക്കുന്ന ടാപ്പ് ഏത് ടാപ്പാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ടാപ്പാണ്? സെക്കൻഡ് ടാപ്പാണ് സൈസ് കറക്റ്റാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഹാമേഴ്സ് ഹെഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. അത് ഹാമേഴ്സിൻ്റെ ഹെഡ് ഉണ്ടല്ലോ, അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് മെറ്റീരിയൽ കൊണ്ടാണ്? ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പോയിൻറ്റ് ആംഗിൾ ഓഫ് ജനറൽ പർപ്പസ് സ്റ്റാൻഡേർഡ് ഡ്രിൽ ഈസ് ഡാഷ്. അത് ജനറലായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഡ്രിൽ ബിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പോയിൻ്റ് ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എത്രയാണ്? 118 ഡിഗ്രിയാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെർനിയർ കാലിപ്പർ ഈസ് യൂസ്ഡ് ടു മെഷർ ദി അക്യുറസി ഓഫ് ഡാഷ്. വെർനിയർ കാലിപ്പർ കൊണ്ട് എത്ര വരെ അക്യുറസി വരെ മെഷർ ചെയ്യാൻ പറ്റും വെച്ചാൽ 0.02 mm വരെയ്ക്ക് അക്യുറസി ചെയ്യാൻ പറ്റും. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ആൾ റേഞ്ച് ഓഫ് മൈക്രോമീറ്റർ ദി ഗ്രാജുവേഷൻ മാർക്സ് ഓൺ ദി പാരലൽ ഈസ് ഡാഷ്. അതായത് മൈക്രോമീറ്ററിൻ്റെ പാരലൽ സ്കെയിൽ ഉണ്ടല്ലോ, പാരലൽ സ്കെയിലിനകത്ത് ഏത് ടൈപ്പ് എടുത്താലും അതിനകത്ത് എത്ര റേഞ്ച് വരയ്ക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര റേഞ്ച് വരെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 to 24 mm റേഞ്ച് വരയ്ക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടാവും.
എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് അയൺ ഈസ് മോസ്റ്റ് പ്യൂർ അയൺ. താഴെ തന്ന ഈ 4 ഓപ്ഷനിൽ ഏറ്റവും പ്യൂർ അയൺ ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ഏതാണ്? റോട്ട് അയൺ ഏറ്റവും പ്യൂർ ആയിട്ടില്ല. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെറ്റൽ വിച്ച് ഹാവ് ലിറ്റിൽ ഓർ നോ അയൺ ആർ കാൾഡ് ഡാഷ്. അതായത് മെറ്റലിനകത്ത് അയൺ കണ്ടൻറ്റേ ഇല്ലെങ്കിൽ അതിന് എന്ത് പറയും എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് പറയുകയെന്ന് വെച്ചാൽ നോൺ ഫെറസ് മെറ്റൽ എന്നാണ് പറയുക. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടഫ്നെസ് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഡാഷ്. അതായത് മെറ്റലിൻ്റെ പ്രോപ്പർട്ടികളിൽ ഒന്നാണ് ടഫ്നെസ് എന്ന് പറഞ്ഞാൽ. അത് എന്താ എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ടഫ്നെസ് എന്ന് പറഞ്ഞാൽ? ടു എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഷോക്ക്. ഷോക്കിന് എന്ത് ചെയ്യും? വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ മെറ്റൽ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു എ ടെൻഷൻ വിത്തൗട്ട് റപ്ചർ ഇറ്റ് ഈസ് സാഡ് ടു ബി ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ മെറ്റലിന് എന്ത് ചെയ്യുന്നത്? ഡ്രോൺ, അത് വലിക്കുക, മുകളിലോട്ട് വലിക്കുക. ആ പ്രോപ്പർട്ടിയിൽ എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് എന്താ പറയുന്നത് വെച്ചാൽ ഡക്റ്റിലിറ്റി എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദി മീറ്റിംഗ് സർഫസ് ഓഫ് ദി പാർട്സ് ബിക്കോസ് ഓഫ് ഡിഫറൻസ് ഇൻ ഡയമെൻഷൻ ഈസ് കാൾഡ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 2 മീറ്റിംഗ് പാർട്ടുകളുണ്ട്, അതിൻ്റെ ഡയമെൻഷൻ ഡിഫറൻസ് ഉണ്ട്, അതിന് ആ റിലേഷനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഫിറ്റ് എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്ലിയറൻസ് ഈസ് കാൾഡ് ഡാഷ്. നെഗറ്റീവ് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഇൻ്റർഫറൻസ് എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഡ്രില്ലിംഗ് അബ്രസീവ് മെറ്റീരിയൽസ് ഡാഷ് ഡ്രിൽ ആർ യൂസ്ഡ്. നമ്മുടെ അബ്രസീവ് മെറ്റീരിയലൊക്കെ ഡ്രിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രിൽ ഏത് ടൈപ്പാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ടൈപ്പാണെന്ന് വെച്ചാൽ ടങ്സ്റ്റൺ കാർബൈഡ് ഡ്രിൽസാണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡ്രിൽ ഇൻ എ മെട്രിക് സീരീസ് റേഞ്ച് ഫ്രം ഡാഷ്. അതായത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രില്ലിൻ്റെ മെട്രിക് സീരീസ് എവിടെ മുതൽ എവിടം വരയ്ക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എവിടെ മുതൽ എവിടേക്കാണ്? 0.35 mm മുതൽ 25 mm വരയ്ക്ക്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഓപ്പറേഷൻ ഓഫ് പ്രൊഡ്യൂസിങ് ലാർജ് ഹോൾ ബൈ സ്പെഷ്യലി ഡിസൈൻഡ് ടൂൾ ഈസ് നോൺ ആസ് ഡാഷ്. അതായത് വലിയ ഹോളുകൾ നിർമ്മിക്കാൻ വേണ്ടി സ്പെഷ്യലായി ഡിസൈൻ ചെയ്ത ടൂളിനെ പറയുന്ന പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിന് പറയുന്ന പേര് ട്രിപ്പനിങ് ടൂൾസ് എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിഫറൽ സ്പീഡ് ഓഫ് എ ഡ്രിൽ സർഫസ് വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി വർക്ക് ഈസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്, നമ്മൾ ഡ്രിൽ സർഫസിനകത്ത് ഈ പ്രിഫറൽ സ്പീഡ് ഉണ്ട്, ആ സ്പീഡിനെ പറയുന്ന പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിന് പറയുന്നത് കട്ടിംഗ് സ്പീഡ് എന്നായിട്ടാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെസിമർ പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഡാഷ്. ഈ ബെസിമർ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ? സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ബെസിമർ പ്രോസസ് യൂസ് ചെയ്യാൻ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേസിക്കലി സ്റ്റീൽ ഈസ് അലോയ് ഓഫ് ഡാഷ്. സ്റ്റീൽ എന്തിൻ്റെ അലോയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തിൻ്റെ അലോയാണ്? അയണും കാർബണിൻ്റെ അലോയാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈ കാർബൺ സ്റ്റീൽ കണ്ടെയ്ൻ മോർ ദാൻ 0.9% കാർബൺ ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ഹൈ കാർബൺ സ്റ്റീലിനകത്ത് 0.9% കാർബൺ ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് പറയുന്നത് വെച്ചാൽ ടൂൾ സ്റ്റീൽ എന്നാണ് അതിന് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ലേത്ത് ഇഫ് ദി ടൂൾ മൂവ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ വർക്ക് ടു പ്രൊഡ്യൂസ് എ ഫ്ലാറ്റ് സർഫസ് ഇറ്റ് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ വർക്ക് പീസ് ഉണ്ടല്ലോ, ആ വർക്ക് പീസ് റൊട്ടേഷൻ ചെയ്യുന്നതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം, എന്നിട്ട് വർക്കിലോട്ട് വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് പറയുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫേസിങ് എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ബെസ്റ്റ് മെറ്റീരിയൽ ഫോർ എ ലെയ്ത്ത് ബെഡ് ഈസ് ഡാഷ്. അതായത് ലെയ്ത്ത് ബെഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ബെസ്റ്റ് മെറ്റീരിയൽ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏതാണ്? അലോയ് കാസ്റ്റ് ആണ് ബെസ്റ്റ് മെറ്റീരിയൽ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പാർട്സ് ഓഫ് എ ലെയ്ത്ത് വിത്ത് കൺവേർട്ട് റോട്ടറി മോഷൻ ഓഫ് ദ ലീഡ് സ്ക്രൂ ഇൻ ടു ലീനിയർ മോഷൻ ഓഫ് ദി കാരേജ്. ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്, നമ്മുടെ ലീഡ് സ്ക്രൂ ഉണ്ടല്ലോ, ഈ ലീഡ് സ്ക്രൂവിൻ്റെ റോട്ടറി മോഷനെ കാരേജിൻ്റെ ലീനിയർ മോഷനാക്കി മാറ്റുകയാണ്. അത് എന്തിൻ്റെ സഹായത്താലാണ് അങ്ങനെ മാറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തിൻ്റെ സഹായത്താലാണ്? ആപ്രോണിൻ്റെ സഹായത്താലാണ് മാറ്റുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആക്സസറി യൂസ്ഡ് ഇൻ എ ലെയ്ത്ത് ടു പ്രിവെൻറ്റ് ദി ഡിഫ്ലക്ഷൻ ഓഫ് വർക്ക് പീസ് അണ്ടർ ദി ആക്ഷൻ ഓഫ് കട്ടിംഗ് ടൂൾ. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ലെയ്ത്തിനകത്ത് നമ്മൾ വർക്ക് പീസ് വെച്ചിട്ടുണ്ട്, അത് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് ഡിഫ്ലക്ഷൻ ആകും. ആ ഡിഫ്ലക്ഷൻ ആകാതിരിക്കാൻ വേണ്ടി
സഹായിക്കുന്ന ആക്സസറീസിൻ്റെ പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിന് ഉത്തരം ഏത്? റെസ്റ്റാണ് അതിനുവേണ്ടി സഹായിക്കുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫങ്ഷൻ ഓഫ് എ മാൻഡ്രിൽ ഇൻ എ ലേത്ത് ഈസ് ഡാഷ്. അതായത് ലേത്തിൽ മാൻഡ്രിലിൻ്റെ ഫങ്ഷൻ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്തിനാണ്? ഹോൾഡ് ഇത് ഹോളോ വർക്ക്, അതായത് ഹോളോ വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പ്രോസസ് ഓഫ് ഇൻഡക്ഷൻ ഓഫ് വേരിയസ് ഫോം ഇൻ എ സിലിണ്ടറിക്കൽ വർക്ക് സർഫസ് ഈസ് ഡാഷ്. അതായത് സിലിണ്ടറിക്കൽ വർക്ക് സർഫസ് ഉണ്ടല്ലോ, അതിനകത്ത് ഒരു വേരിയസ് ഫോം ഉണ്ടാക്കാൻ സഹായിക്കുന്നതിന് പറയുന്ന പേര് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് എന്താ പറയുക വെച്ചാൽ നർലിംഗ് എന്നാണ് അതിന് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടൈൽ സ്റ്റോക്ക് സെറ്റ് ഓവർ ടു ടേൺ എ ടാപ്പർ ഓഫ് 10 mm per 250 mm for a workpiece having 250 mm length is dash. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ടാപ്പർ ടേണിംഗ് ഉണ്ടല്ലോ, ടാപ്പർ ടേണിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈൽ സ്റ്റോക്ക് എത്ര ടിൽറ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൽ തന്നിരിക്കുന്നത് വെച്ചാൽ 250 mm ഉള്ള വർക്ക് പീസിലാണെങ്കിൽ 10 mm വരെയൊക്കെ എന്തെങ്കിലും തിരിക്കണം. എങ്കിൽ വർക്ക് പീസ് 250 mm ലെങ്ത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ എത്ര വരെ തിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എത്ര തിരിക്കണം വെച്ചാൽ 5 mm വരെ തിരിക്കണം. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഗിയർ റേഷ്യോ ഓഫ് കട്ടിംഗ് ത്രെഡ് ഓഫ് 2.5 mm പിച്ച് ഓൺ ലെയ്ത്ത് വിത്ത് ലീഡ് സ്ക്രൂ ഓഫ് 6 mm പിച്ച്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ഗിയർ റേഷ്യോ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വെച്ചാൽ ലെയ്ത്തിൻ്റെ ഗിയർ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ പിച്ച് ഡിവൈഡ് ബൈ ലീഡ് സ്ക്രൂവിൻ്റെ പിച്ച്, അതാണ് കണ്ടുപിടിക്കാനുള്ളത് ഫോർമുല. ലീഡ്സ് ഇത് എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ സാധാ പിച്ച് എത്രയാണെന്ന് വെച്ചാൽ 2.5 mm. ആൻസർ ഏതാണെന്ന് വെച്ചാൽ ബി ആണ് 25 ഡിവൈഡ് ബൈ 60. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിങ്ക് മെക്കാനിസം ഈസ് പ്രൊവൈഡഡ് വിത്ത് ഡാഷ്. അതായത് ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ മെക്കാനിസം എവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എവിടെയാണ്? ഷേപ്പിംഗ് മെഷീനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ.